നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ അടി ഇടി വെടി പുരുവാണ്. പക്ഷേ ഇന്ന് വെറൈറ്റി ആണ്. ടെസ്റ്റ് നമ്പർ 1 ഓൺ സ്റ്റേജ്. എന്താ സാറാ കാണിക്കുന്നത്? നീ രണ്ടുപേരോട് ഇറങ്ങിപ്പോക്കോ. ഞാൻ പറഞ്ഞില്ലേ സാറേ വേണ്ടത് ഇവിടെ. ഇപ്പൊ സംഭവം എന്തോന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി കണ്ട ഈ പുള്ളിക്കാരത്തി ചെറുതായിട്ട് അമ്മയുടെ ഫാൻ ഫുള്ള് കടിച്ചു പറിച്ചിരിക്കാം. അമ്മയാണ് ഇപ്പൊ സ്ഥലത്തും ഇല്ല. അമ്മ എപ്പോ വരും? അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത് അഭിനയമായിട്ട് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലേ? അടിച്ചു പറിച്ചോണ്ട് പുള്ളിക്കാരത്തി ചെറുതായിട്ട് ലോക്കാണ്. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കിടക്കും. അതിന്റെ എല്ലാം വാശിയും കാണിക്കുന്നുണ്ട് എന്നോട്. ഇപ്പൊ അമ്മ വന്നു കേട്ടോ. ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുവാണേ. എന്നാ കഴിക്ക് നല്ല രീതിയിൽ കഴിച്ചു. ഇന്നുകൊണ്ട് കഴിപ്പെല്ലാം തീരും കേട്ടോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ കാണിച്ചിട്ട് ഈ കഴിക്കുന്ന പാത്രം പോലെ ഈ രണ്ടെണ്ണത്തിന് കഴുകാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വേണം ഈ പാത്രം എല്ലാം കഴുകി വെക്കാന്. രണ്ടുപേർക്ക് എന്താ ജോലി ഇവിടെ? നീ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നോ? ഇവിടെ ഇനി എന്തോ സംഭവിക്കുന്നതെന്ന് അറിയോ? മുമ്പ് ഒരു വട്ടം ഇറക്കി വിട്ടതാ. വൈകുന്നേരം അമ്മ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് നിനക്കറിയാവോ ഈ ചൂടത്ത്? അയ്യോ, ഈ ഫാൻ ആരാണ് ഇത് കേടാക്കിയത്? പിന്നെ നീ ആരാണ് സാറാണ് കാണാൻ കടിച്ചു വെച്ചേക്കുന്നത് ഈ ഫാനെല്ലാം കൂടെ? എനിക്കിവിടെ കിടക്കേണ്ടിയല്ലേ രാത്രിയില്? സാറാ എന്നാണ് ഞാൻ പറഞ്ഞ ചാർജർ പഠിച്ചു അടുത്ത ഫാനാ കടിച്ചു വെച്ചേക്കുന്നത്. എന്താ സാറാ കാണിക്കുന്നത്? ഇത് നീ ഇറങ്ങിപ്പോക്കോ. ഞാൻ പറഞ്ഞില്ലേ സാറേ വേണ്ടത് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? എനിക്ക് ഈ ചൂടത്തൊക്കെ വരുമ്പോ എനിക്ക് ഈ പാലില്ലാതെ വെക്കോ? സാറേ കാണണോ നീ കടിച്ചു വെച്ചേക്കുന്നേ? ആണോ നീ വായിക്കാത്ത വിടുവിച്ചാലേ ശരിയാവും. ആണോ കടിച്ചു വെച്ചേക്കുന്നേ? നീ ബാക്കി കൂടെ കടിക്കാതിരിക്കുമെന്നോ? രണ്ടും പൊക്കോ ഇവിടുന്ന്. എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ കരുതി. ഞാൻ രക്ഷപ്പെട്ടു കരുതി. നമുക്ക് സാറാ സാറേ ഞാൻ എങ്ങനെയാണ് കിടക്കുന്നത് ഇവിടെ? എളുപ്പം രണ്ടുപേരുടെ ചാർജറായിരുന്നു. ഞാൻ പോകുന്നു. രാത്രി കിടക്കും വരുന്നത് ഈ ചൂടും പിടിച്ച്. നിന്നോടാണോ പറഞ്ഞോടാ ഇത് വരുന്നേ? നീ അല്ല പിന്നെ ആരാണോ ഇതിനെ കൊണ്ടുവന്നത്? അവിടെ എന്തോ കുറിച്ചൊക്കെ കാണിക്കുന്ന അറിയോ? ചാർജർ കഴിഞ്ഞിട്ട് അടുത്ത ഫാന്. ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നേ? രണ്ടുപേരോട് ഇറങ്ങി പൊക്കോണം പരിചയപ്പെടുന്നു പറഞ്ഞു. ഇന്നാലും ഞാൻ പറഞ്ഞ് ഇറക്കി വിട്ടതാ നിന്നെ ഞാൻ. പിന്നെ വന്നേക്കോ അടുത്ത ഓളും കൊണ്ട്. ദാണ്ട് ചാർജർ മൊത്തം നശിപ്പിച്ചു വെച്ചേക്കുന്നു. എന്നോട് പറയണോ ചാർജർ നശിപ്പിക്കാന്? ഫാന് നശിപ്പിച്ചു, ചാർജർ നശിപ്പിച്ചു. നിന്റെ ഒരു സാറായ ഞാൻ കൊണ്ടുപോ. ഞാനെങ്ങനെ കിടന്നുറങ്ങുന്ന രാത്രിയില്? എനിക്ക് മര്യാദയ്ക്ക് ഫാൻ മേടിച്ചോ രണ്ടുപേരോടെ അല്ലെ രണ്ടുപേരോട് ഇറങ്ങിപ്പോക്കൂ. അവിടെ പോയേക്കുന്നു അടുത്ത രണ്ട് കടിച്ചു പറിക്കാൻ. പിടിച്ചോണ്ട് പോടാതിനെ രണ്ടുപേരോട് പൊക്കോടാ. എനിക്ക് ഫാനില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല. ഈ ചൂടൊക്കെ വരുമ്പോ എന്താ പാടാ? ഈ ഇടയ്ക്ക് മേടിച്ച സാധനം ഇല്ലടാ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ചാർജർ നശിപ്പിച്ച് ഇതും വരുന്നു. പിടിച്ചോ വാക്കണം കടി അങ്ങ് കൂടുതല് കിടക്കണമെങ്കില്. മനുഷ്യൻ എങ്ങനെയാ കിടക്കുന്നേ? സാറേ നമ്മളെ ഒരു വട്ടം ഇറക്കി വിട്ടു. നീ അങ്ങ് പോയാ മതി. നീ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോയാ മതി. നിനക്ക് ഭക്ഷണമൊന്നുമില്ല. ഞാൻ ഇനിയിപ്പം പണിയാ കേട്ടോ. കഴിഞ്ഞ വട്ടം ഒരു വട്ടം ഇറക്കി വിട്ടതായിരുന്നു. ഇനിയിപ്പം പിന്നെ ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കയറ്റത്തില്ല. ഇനി കേട്ടല്ലോ, മര്യാദക്ക് ഇനി എലി വിരിക്കണം.